കട്ടായി. So I stopped karate for almost 4 months. So today I'm planning to go back to my training, and honestly I don't know about my current stamina, flexibility, technique. So today I'm going back. I want to train and see myself after a long break, how I am doing, how good I am. Okay, so after the session I will share my ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ പാസ് ചെയ്ത് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു ഓക്വേർഡ് ഫീൽ. ഐ ഫെൽറ്റ് ഓക്വേർഡ്. ഓക്കെ, ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറിയില്ല എന്താകുമെന്ന്, പക്ഷേ ബീയിങ് ബെറ്റർ, getting better, that's what I'm now focusing. Actually I have started karate for when I was 28. Now I'm 29, so that's 1 year, and I almost took a break of 4 to 5 months. Yeah, the main part of stopping and restarting the journey is actually hard, I guess. So I'm not going to be a perfect one, I know, but I just want to. It's almost so dust. This is my logo. Yeah, this is my first belt. This is the white belt, and after that yellow. And now currently I am holding the third, my belt, green belt. ഇന്ന് പക്ഷെ കരാട്ടയ്ക്ക് ആവശ്യമൊന്നുമില്ല. റൂട്ട് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം 9 മണിയായി. രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയുണ്ടൊരു ടാസ്ക്, അതാണ് പ്രധാനപ്പെട്ട ടാസ്ക്. ഞാനിപ്പോൾ തന്നെ ടയേർഡായി. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എനിക്കിനി അറിയത്തില്ല. നോക്കാം, എന്തായാലും പുഷ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ നല്ല ടയേർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി മൂവ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ ഈ ബോഡി സ്റ്റിഫായി പോകണം. നമ്മൾ കാല് വെച്ചിട്ട് ഇപ്പോൾ പല കിക്ക് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒന്നും കംപ്ലീറ്റ് അല്ല. അപ്പോൾ നമുക്ക് പതുക്കെ റെഡിയായി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബേസിക്സ് ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ ഞാൻ കരാട്ടയുടെ. അപ്പോൾ അത് പല കിക്കാണെങ്കിലും ബോഡി വഴങ്ങുന്നില്ല. കാലിങ്ങോട്ട് വയ്ക്കുമ്പോൾ മനസ്സിലിങ്ങോട്ടാണ് വയ്ക്കുന്നതെങ്കിലും ഇത് വേറെ അങ്ങോട്ടെങ്കിലും വേണം പോകണത്. അതിനങ്ങനെ പഞ്ച് പല കാര്യങ്ങളും നമ്മളെ അൺകൺട്രോളബിളായി. ഇനിയിപ്പോൾ നമ്മൾ റെപ്പിറ്റഡായിട്ട് ചെയ്ത് നോക്കാന്നുള്ളേ ഉള്ളൂ. ചെയ്ത് നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്തായാലും ഇനി തൊട്ട് ക്ലാസ്സിന് പ്രോപ്പറായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ.
ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യല്ലേ, ഇതൊക്കെ ചുമ്മാ ആരംഭ ശൂരത്വമാണോ, അതോ ഇതൊക്കെ സാധാരണ ഒരാൾക്ക് റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡേ 2 റൂൾ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി റൂൾ 3. ഞാൻ കരാട്ടെ ഇന്ന് ഏകദേശം 1.5 മണിക്കൂറാണ് ഞാൻ ചെയ്തത്. അതായത് നമ്മുടെ ഡെയിലി ടാർഗറ്റ് 30 മിനിറ്റാണ്. ഇന്ന് കരാട്ടെ ചെയ്തപ്പോൾ ഒരു 1.5 മണിക്കൂർ എക്സ്ട്രാ എനിക്ക് ചെയ്യാൻ പറ്റി. അതായത് എക്സ്ട്രാ 1 അവർ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ ഇന്ന് ഒരു ഇൻറ്റൻസ് ട്രെയിനിങ് ആയിരുന്നു, കാരണം ബോഡി അത്യാവശ്യം നല്ല ലോഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയും ടയേർഡായത്. ഡേ 2 മൂന്നാമത്തെ റോളാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എന്തായാലും ഇരിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി 1 മണിക്കൂർ 15 മിനിറ്റ് ഇരിക്കാനാണ് ശ്രമിക്കുന്നത്. 1 മണിക്കൂർ ഇരുന്നാൽ തന്നെ ഞാൻ സക്സസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കറണ്ട് കട്ടായി. ഇപ്പം സമയം 11:30 കറണ്ട് പോയിരുന്നു, പവർ കട്ട്. അപ്പം ഞാൻ കുറച്ചൊന്നും ഇതായിപ്പോയി. ബോഡി ടയേർഡായതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ വേണ്ടി ഒരു മൂഡില്ല. എന്തായാലും ചെയ്യാം, ട്രൈ ചെയ്ത്. എന്തായാലും തുടങ്ങിയ കാര്യം നിർത്താനായിട്ട് ചെറിയൊരു നിർത്തിയാൽ ഞാൻ പിന്നെ ഡിമോട്ടിവേറ്റായിട്ട് മിക്കവാറും ചെയ്യാനിരിക്കാനുള്ള ചാൻസസ് ആയിരിക്കും കൂടുതൽ. ഇപ്പം ബാക്കി 48 ഉണ്ട്. വയ്യ, നല്ല ടയർഡായി. ഇത്ര സമയം ഉയ്യോ, ഇനി 40 മിനിറ്റ് ഉണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. നോക്കാം. എന്തായാലും ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. ഏകദേശം വന്നാൽ 12 മണിയാ പറയും. ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും നോക്കാം. അങ്ങനെ പിന്നെയും കറണ്ട് പോയിരിക്കുകയാണ്. കറണ്ട് വിളി നമ്മളെ റൂൾ 3 ഒരുപാട് നല്ലോണം ബാധിക്കുന്നുണ്ട്. പിന്നെയും സമയം ഏകദേശം 12:20. നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. നമുക്കിനി 1/2 മണിക്കൂർ കൂടെ ഉണ്ട് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട്. ഹാഫ് ആൻ അവർ. ഒരു കാര്യം പറയാൻ വന്നാൽ ഞാൻ ഇന്ന് ഇവിടത്തെ സ്റ്റോപ്പ് ചെയ്യുന്നു. എൻ്റെ ഡേ 2 മൂന്നാമത്തെ അത് ഞാനിന്ന് ചെയ്യുന്നില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണ്. കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ല.